നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തവരുടെയും എന്നോട് മിണ്ടാൻ താല്പര്യമില്ലാത്തവരുടെയും മുന്നിൽ ഞാനിതിന് നിൽക്കണം. നീ നേരത്തെ ഫോണിൽ പറഞ്ഞ കാര്യം ഞാനും പറയാം. നഷ്ടപ്പെട്ടത് നിന്റെ മാത്രം കുഞ്ഞല്ല, എന്റെയും കൂടിയാ. അപ്പൊ തന്നെ പോലെ വിഷമം എനിക്കുണ്ട്. അത് ഞാൻ തന്നോട് പറയുന്നില്ല, അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിക്ക്. നേരത്തെ ആ ദേഷ്യത്തിന് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു പോയതാ. എനിക്കെല്ലാം പറയാനും ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും നീയല്ലേ ഉള്ളൂ. നീ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ലല്ലോ. നീ എല്ലാം കളയെ. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലൊരു വീട്, ഇതുപോലൊരു മുറി, അവിടെ ഞാനും നീയും സന്തോഷത്തോടെ ജീവിക്കുന്ന സ്വപ്നം കണ്ട ഇന്ന് ഞാൻ ഉണരുന്നത്. ഞാനും നീയും പ്ലാൻ ചെയ്തതുപോലൊക്കെ നടന്നു കഴിയുമ്പോ ഇതുപോലൊരു വീടും മുറിയുമല്ല. ഈ വീട്ടില്, ഈ മുറിയില് നമ്മൾ കുറച്ചു ദിവസത്തേക്കെങ്കിലും താമസിക്കും. ഇങ്ങനെ ഒളിച്ചും പാത്തും അല്ലാതെ തന്നെ. നിന്നെ കാണുമ്പോഴൊക്കെ സന്ദർഭവും പരിസരവും മറന്ന ഞാൻ പ്രവർത്തിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ. അത് വേറെ എവിടെയാണേലും സാരമില്ല, പക്ഷെ ഈ വീട് സൂക്ഷിക്കണം. ചുറ്റുള്ള ക്യാമറയേക്കാൾ ആൾക്കാരെയാ സൂക്ഷിക്കേണ്ടത്. അറിയാലോ, നമ്മുടെ കാര്യം അറിഞ്ഞാ ഇവിടെ എന്താ നടക്കാന്ന്. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ അപരിചിതരായ നമ്മൾ ആരും അറിയാതെ കുറേ സ്നേഹിക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യമായി നമുക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഇവിടെ വെച്ച് തന്നെ. ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഇവിടേക്ക് കയറി വരാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിലായിരിക്കും. അതിനുള്ള എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ പറയുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നോളാം. നീ പറയും, എന്താ നമ്മുടെ അടുത്ത നീക്കം? നീ രാവിലെ തുടങ്ങിയതാണല്ലോ, ഇതുവരെ തീർന്നില്ലേ? തീരേണ്ടതായിരുന്നു. അപ്പോഴും ഓഫീസിൽ നിന്ന് ധനുഷ് വന്നത്. പിന്നെ കുറച്ചേരം ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? ധനുഷ് എൻ്റെ ഒരു ഫോളോവറാ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി സംസാരിച്ചൊക്കെ നിന്നു. അയാൾ എന്തിനാ വന്നേ? നന്ദേട്ടനെ കണ്ടെന്തോ ഫയലുകൾ ഏൽപ്പിക്കാനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ നന്ദേട്ടൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടൂടായിരുന്നു? നന്ദേട്ടൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അയാളെ പോലെ ആരെങ്കിലും വന്ന കാര്യം തിരക്കണം. അത് കഴിഞ്ഞിട്ട് വേഗത്തിൽ തിരിച്ചു പറഞ്ഞു വിടുക വേണം. ഇനി അയാൾ എപ്പോ വന്നാലും എന്നെ കൂടി വിളിക്കണം, കേട്ടോ? അതിന് ധനുഷ് പോയില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് പേട്ടത്തെ കണ്ടില്ലേ ഹാളിലിരിക്കുന്നത്? ചിലപ്പോ ഏട്ടത്തെ ശ്രദ്ധിക്കാത്തതാവും. നന്ദേട്ടനെ കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞ അവിടെ ഇരിപ്പാ. താൻ കുറെ നേരമായിട്ട് ആലോചിക്കുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ.
എന്നെ മനസ്സിലായില്ലേ? ഞാൻ ധനുഷ്, ഓഫീസിലെ പുതിയ വൈസ് പ്രസിഡന്റ്. അത് മനസ്സിലായി, ഇത് മനസ്സിലായില്ല. ഏത്? ഓഫീസിലെ വൈസ് പ്രസിഡന്റ് ഓഫീസിലെ MD-യുടെ ബെഡ്റൂമിൽ നിൽക്കുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലാന്ന്. ഞാൻ ഫയലുകളുമായിട്ട് നന്ദൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കുറച്ച് ഫയലുകളിൽ സൈൻ വാങ്ങുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? ധനുഷ്. ഞാൻ കേട്ടിടത്തോളം ധനുഷ് ഇതുപോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അതെ, ഇവിടെ വരുന്നതിന് മുൻപ് മറ്റു കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഫയൽ സൈൻ ചെയ്ത് വാങ്ങിക്കാൻ MD-യുടെ കിടപ്പുമുറിയിലാണോ ചെല്ലാറ്? ഓഫീസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ. എന്തെങ്കിലും ഓഫീസ് കാര്യത്തിന് വീട്ടിൽ വരേണ്ടി വന്ന സ്വീകരണ മുറി. അതിനപ്പുറം ഇയാൾ കടന്നു കയറേണ്ട ആവശ്യമില്ല. കാണേണ്ടത് ആരെയായാലും അവര് തന്നെ അങ്ങോട്ട് വന്ന് കണ്ടോളും. അത് അർച്ചനെ മറ്റൊന്നും കൊണ്ടല്ല. അവന്തികമ്മയുടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ചില ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനും മാത്രം ഈ മാഡം ഇപ്പൊ ഓഫീസിലെ ആരുമല്ല. അത് എന്നെക്കാളും നന്നായിട്ട് വൈസ് പ്രസിഡന്റിനും അറിയാലോ. അത് അർച്ചനെ. അർച്ചനയോ? നേരത്തെ താൻ ഇവരെ വിളിച്ചത് അവന്തിക മാഡം എന്നല്ലേ? ഞങ്ങൾ രണ്ടുപേരും നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ 2 MD-മാരുടെ ഭാര്യമാരാണ്. എനിക്കില്ലാത്ത ഒരു യോഗ്യതയും അധികാരവും ഈ നിൽക്കുന്ന മാഡത്തിനും ഇല്ല. അതുകൊണ്ട് ഈ മാഡത്തിനെ താൻ മാഡം എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ മാഡത്തിനെയും അങ്ങനെ തന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ തനിക്ക്? മനസ്സിലായി അർച്ചന മാഡം. മനസ്സിലായെങ്കിൽ ഇറങ്ങിപ്പോ പുറത്ത്. ഈ മുറിയിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വീട്ടിലെ ആണുങ്ങളെ കാണാൻ വരുന്നവരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അത്ര നല്ല സ്വഭാവമല്ല. മര്യാദ എന്നൊന്നുണ്ട്. അതറിയില്ലെങ്കിൽ പഠിക്കണം ആരായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.